വസന്തകുമാർ രാമൻ വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചാത്തൻ സ്വാമിയുടെ ജന്മരഹസ്യവും വിഷ്ണുമായ എന്ന പേർ സിദ്ധിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ശ്രീ പരമേശ്വരൻ വനത്തിൽ വേട്ടയാടാൻ പോയ സമയത്ത് കൂളിവാക എന്ന സുന്ദരിയായ ഒരു ശ്രീരത്നത്തെ കണ്ടുമുട്ടുകയും അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച ശ്രീ പരമേശ്വരൻ അവളെ വേൾക്കുവാൻ ആഗ്രഹിക്കുകയും കൂളിവാകയിൽ തൻ്റെ ആഗ്രഹം മനസ്സിലാക്കത്തക്ക വിധത്തിൽ ചിന്തിക്കുകയും ശ്രീ പരമേശ്വരൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ കൂളിവാക ഭയചകിതയായി തൻ്റെ ഇഷ്ടദേവതയായ ശ്രീ പാർവതിയെ മനസ്സാ ധ്യാനിച്ചുകൊണ്ട് ശ്രീ പരമേശ്വരൻ തന്നെ വേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നു. ദേവി ശ്രീ പാർവതി ഉടനെ പ്രത്യക്ഷീഭവിച്ചുകൊണ്ട് കൂളിവാകയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കൂളിവാക ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. കൂളിവാക കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ തോഴിയായിരുന്നു. എൻ്റെ ശാപത്താലാണ് നീ ചണ്ഡാലകുലത്തിൽ വന്നു ജനിച്ചത്. ഉണ്ണി ഗണേശനെ മുലയൂട്ടിയതിനാലാണ് എനിക്ക് ശപിക്കേണ്ടി വന്നത്. എന്നാൽ അന്നു നീ എൻ്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചതിനാലും അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെ ഒരു ശാപം നൽകിയത് തെറ്റാണെന്ന് തോന്നിയതിനാലും നിനക്ക് അടുത്ത ജന്മത്തിൽ ശ്രീ പരമേശ്വരൻ്റെ പുത്രനെ മുലയൂട്ടി വളർത്താനുള്ള ഭാഗ്യം സിദ്ധിക്കുമെന്ന് വരം നൽകി അനുഗ്രഹിച്ചിരുന്നു. അതിൻ പ്രകാരമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം കൂളിവാകയുടെ വേഷം ധരിച്ച് ശ്രീ പരമേശ്വരൻ്റെ അടുത്തേക്ക് ശ്രീ പാർവതി പോകുകയും അവർ തമ്മിലുണ്ടായ സംയോഗത്തിൽ 2 സന്താനങ്ങൾ ഉണ്ടാകുകയും മൂത്ത പുത്രനെ കരിങ്കുട്ടിച്ചാത്തൻ എന്നും ഇളയ പുത്രനെ ചാത്തൻ എന്നും നാമകരണം ചെയ്തുകൊണ്ട് കൂളിവാകയെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചു. ഇവർക്കായി പല ശക്തികളും ശിവപാർവതിമാർ നൽകുകയും ചെയ്തു. കൂളിവാകയുടെ സംരക്ഷണയിൽ വളർന്ന കുട്ടികളായ കരിങ്കുട്ടിച്ചാത്തനെ കാളവാഹനമായും ചാത്തനെ പോത്ത് വാഹനമായും നൽകിക്കൊണ്ട് ശിവപാർവതിമാർ അനുഗ്രഹിച്ചു. കരിങ്കുട്ടിച്ചാത്തനും ചാത്തനും തങ്ങൾക്ക് ലഭിച്ച പോത്തിൻ്റെയും കാളയുടെയും പുറത്തു കയറി വനമാകെ ഈഴറ എന്ന വാദ്യോപകരണം വായിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങി നടന്നു. കുട്ടികളുടെ 7ാമത്തെ വയസ്സിൽ ഗോത്രക്കാർ നടത്തിയ ജന്മദിനാഘോഷത്തിൽ നാരദമുനി വന്നു ചേരുകയും കരിങ്കുട്ടിച്ചാത്തനോടും ചാത്തനോടുമായി നിങ്ങളുടെ യഥാർത്ഥ മാതാവും പിതാവും കൈലാസപതിയായ ശ്രീ പരമേശ്വരനും പാർവതിയുമാണെന്നുള്ള കാര്യം അറിയിക്കുകയും അവരെ കൈലാസത്തിൽ പോയി കാണുവാൻ ഉപദേശിക്കുകയും ചെയ്തു. നാരദമുനിയുടെ ഉപദേശപ്രകാരം ചാത്തൻ കൈലാസത്തിൽ ചെന്നെങ്കിലും കൈലാസത്തിൻ്റെ കവാടത്തിൽ കാവൽ നിന്ന ശിവഭഗവാന്റെ വാഹനമായ നന്ദികേശൻ ചാത്തനെ തടഞ്ഞു നിർത്തി അകത്തേക്ക് പോകാൻ അനുവദിച്ചില്ല. അകത്തേക്ക് പോകാൻ എന്താണ് ഒരു മാർഗമെന്ന് ചിന്തിച്ച ചാത്തൻ ഉടനെ മായയായി വിഷ്ണുവിൻ്റെ രൂപം ധരിച്ചു. അതിൻ പ്രകാരം കൈലാസത്തിലേക്ക് കടന്നു ചെന്ന് ശിവപാർവതിമാരെ കണ്ട് അനുഗ്രഹം വാങ്ങി. തങ്ങളുടെ പുത്രനെ കണ്ട ശിവപാർവതിമാർക്ക് വളരെയേറെ സന്തോഷമുണ്ടാവുകയും വിഷ്ണുവിൻ്റെ രൂപം ധരിച്ചതിനാൽ വിഷ്ണുമായ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു.
തുടർന്ന് ചാത്തന് എല്ലാവിധത്തിലുള്ള ആയോധന വിദ്യകളും ജലന്ധരൻ എന്ന അസുരനെ വധിക്കുവാനുള്ള സൂത്രവും ഉപദേശിച്ചു നൽകി. ആയോധന വിദ്യകൾ കരസ്ഥമാക്കിയ ചാത്തൻ 3 ലോകങ്ങളും കീഴടക്കി വാണരുളുന്ന ജലന്ധരനെ പോരിന് വിളിച്ച് ചാത്തൻ യുദ്ധത്തിന് തയ്യാറായി നിന്നു. പോരിന് വിളിച്ച ചാത്തനെ കണ്ട ജലന്ധരൻ, ഒരു ശിശുവായ നീയാണോ എന്നോട് വെല്ലുവിളിക്കുന്നത്? ഒരു പുഷ്പത്തെ ഞെരിച്ചു കളയും പോലെ ഞാൻ നിന്നെ കൊന്നുകളയും. ജലന്ധരൻ അലറിക്കൊണ്ട് യുദ്ധത്തിന് തയ്യാറായി വന്നു. പരസ്പരമുള്ള യുദ്ധത്തിനൊടുവിൽ ചാത്തൻ വിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്രത്തിൻ്റെ രൂപം കൊള്ളുകയും ജലന്ധരനെ വധിക്കാനായി പിറകെ പോകുകയും ചെയ്തു. ജലന്ധരൻ 3 ലോകങ്ങളിലും പലയിടത്തുമായി ഓടി ഒളിക്കാൻ തുടങ്ങി. അവിടെയൊന്നും രക്ഷയില്ലാതായപ്പോൾ ഒടുവിൽ സമുദ്രത്തിലൊളിച്ചു. എന്നാൽ പിന്തുടർന്നു വന്ന സുദർശന ചക്രത്തിൻ്റെ ജ്വാലയാൽ സമുദ്രജലം തിളയ്ക്കുവാൻ തുടങ്ങി. ചൂട് സഹിക്കാൻ വയ്യാതെ പുറത്തു വന്ന ജലന്ധരനെ വധിക്കുകയും ചെയ്തു. സന്തോഷഭരിതരായ ദേവന്മാർ ചാത്തനെ സ്വർഗലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും അവിടെ താമസിക്കുവാൻ നിർബന്ധം പിടിക്കുകയും ചെയ്തു. എന്നാൽ തനിക്ക് മലനാട്ടിൽ തന്നെ കഴിയാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞ് ചാത്തൻ തിരിച്ചു പോന്നു. മലനാട്ടിൽ തിരിച്ചെത്തിയ ചാത്തനെ ഭക്തജനങ്ങൾ വിഷ്ണുമായ എന്നും ചാത്തൻ സ്വാമി എന്നുമുള്ള നാമത്തിൽ ആരാധിച്ചു വരുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.